ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാജിനി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ മസാലക്കറിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ കൂൺ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിപ്പിക്കൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിവിടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന കൂണാണ് കേട്ടോ. അപ്പം കടകളിലൊക്കെ കിട്ടും, അതുപോലെ തന്നെ ചെറിയ പാക്കറ്റുകളാക്കി വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അടുത്തുനിന്ന് മേടിച്ചാണ്. ഇത് അധികം വൃത്തിയാക്കാനൊന്നുമില്ല, പക്ഷേ എന്നാലും ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളും കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ചിപ്പിക്കൂൺ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, അതിൻ്റെ അടിയിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി മാറ്റി കോരി, അപ്പോൾ തന്നെ കോരി എടുക്കണം കേട്ടോ. ഒരുപാട് നേരം ഇട്ട് വെക്കേണ്ട കാര്യമില്ല, അപ്പോൾ തന്നെ കോരി മാറ്റി എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലോട്ട് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 സവാള പൊടിയായി അരിഞ്ഞത്, 1 തക്കാളി പൊടിയായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, ഏത് മസാല വേണമെങ്കിലും യൂസ് ചെയ്തോളൂ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് കമ്പനിയുടെ മീറ്റ് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ കറിക്ക് മീറ്റ് മസാല തന്നെ യൂസ് ചെയ്യണം, ചിക്കൻ മസാല യൂസ് ചെയ്യരുത്, അപ്പോൾ അത് വേറൊരു ടേസ്റ്റായി പോകും. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അടച്ച് വെച്ചിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വഴന്ന് കിട്ടുക. കുറച്ച് നേരം അടച്ച് വയ്ക്കുക, എന്നിട്ട് വീണ്ടും വഴറ്റുക, വീണ്ടും കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഞ്ഞുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൂൺ, ആ കൂൺ കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായി ഇളക്കി ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് കൂണൊന്ന് വെന്ത് വരണം. അപ്പോൾ കൂൺ വേവാനായിട്ട് ഒന്നും കൂടെ അടച്ച് വയ്ക്കണം. അങ്ങനെ ഒരു 2-3 തവണ അടച്ച് വയ്ക്കുക. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇളക്കി നല്ലോണം ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റിക്കണം. കൂണിന് അധികം വേവൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വേവ് ഉള്ളൊരു സംഭവമാണിത്. അപ്പം പെട്ടെന്ന് തന്നെ ഇട്ട ഉടനെ എടുക്കാൻ പാടില്ല. ഇനി ഇതിന് മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ചിലർക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂൺ മസാല തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഇനി ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയായിരിക്കും. വളരെ ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ടാറ്റാ.